ഹലോ, ഇന്ന് നമുക്ക് ഇതേപോലത്തെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹോം മെയ്ഡ് ക്ലേ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് വീഡിയോസിൽ ഞാൻ ഈ ഹോം മെയ്ഡ് ക്ലേ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വീണ്ടും ഇതേപോലെ ഒരു ഷേപ്പ് ആദ്യം ആ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഡിസൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഒരു വള്ളി പോലെ ഉണ്ടാക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഈ ഷേപ്പിലേക്ക് ഈ വള്ളി നമുക്കിതേപോലെ ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്ലേ അല്പമെങ്കിലും ഡ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചുറ്റി കൊടുക്കാൻ. അതേപോലെ ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ഒന്ന് ഡ്രൈ ആയി വന്നപ്പോൾ കുറച്ചും കൂടി അടുപ്പിച്ചായി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു കറക്റ്റ് പാറ്റേൺ കിട്ടിയില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ടാലേ കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അതിനുശേഷം ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും മിക്സ് ചെയ്തിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാണ്, ക്രിസ്മസ് ട്രീയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. മുന്നത്തെ വീഡിയോയിൽ ചെയ്ത മാതിരി തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിൽ സിൽവർ ഗ്ലിറ്റർ പൗഡർ ഇട്ടിട്ട് അതിൽ ഞാൻ ഈ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ മാഗ്നറ്റ് വെച്ചിരുന്നു, അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ഡെക്കറേഷൻ എന്നുള്ള മാതിരി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫെവിക്രിലിൻ്റെ ഔട്ട്ലൈനർ വെച്ചിട്ട് വൈറ്റ് കളറിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. സ്കൂളുകളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗിഫ്റ്റ്സ് അവർക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഇതേപോലുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫെവിക്രിലിൻ്റെ ഔട്ട്ലൈനർ വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാഗ്നറ്റ് ഉള്ളിൽ വരുന്ന രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് ലൈറ്റായിട്ട് ചെറിയ കട്ടി കുറച്ചിട്ട് ക്ലേ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളമുള്ളൂ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ, അതായത് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റിന്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്രിസ്മസ് ഫ്രണ്ടിന് നിങ്ങൾ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.